ആര്യ ഗുഡ് മോർണിംഗ് വന്നു. എവിടെ മരത്തിനും ആര്യന് മരത്തിൽ കയറാൻ പറ്റണില്ലേ? എന്താ അച്ചു ആര്യന് കയറ്റാന്? ആര്യ നമുക്ക് ബീച്ചിൽ പോവാ. തെറ്റിയോ? എങ്ങനെ തെറ്റിന്? മരത്തുമ്മ കയറണം. അതിന് ആക്കുന്റെ മാരി ആര്യന് കയറാൻ വയ്ക്കൂലല്ലോ. നമ്മള് ഇന്ന് പിന്നെ ബീച്ചിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. രാവിലെ റെഡിയായി. അപ്പോൾ നമ്മളെ ലഗേജൊക്കെ ഒന്ന് സൈക്കിളിൽ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോകാം. ഇന്നിപ്പോൾ നേരത്തെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങണം. നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റാക്കി റെഡിയാക്കി വെച്ചാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പ്ലാനിങ്ങുകളൊക്കെ ഉണ്ട്. ഒന്നാമത് നമുക്ക് രാത്രി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള സ്പോട്ട് കണ്ടടിക്കാനും ഇതിനൊക്കെ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് സ്പോട്ടൊക്കെ കണ്ടെത്തി പറ്റുമെങ്കിൽ നല്ല കുറച്ച് വീഡിയോസും ഇതൊക്കെ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഉണ്ടാക്കാനും വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനും റെഡിയാക്കാനും ഒക്കെ ആയിട്ട് എന്തായാലും കുറച്ച് നേരത്തെ ഇറങ്ങണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ മെയിൻ നമുക്കൊരു ഇപ്പോൾ നമ്മൾ ഈ യാത്രേൻ്റെ ഇടയിൽ നമുക്ക് മെയിനായിട്ടൊരു ടാസ്ക് വരുന്നത് ഇപ്പോൾ ഒരു പ്രശ്നമാണ്. ഈ കാഹിൻ്റെ സൈക്കിൾ കണക്ട് ചെയ്തിട്ടുള്ള ഈ ടാൻഡത്തിന് ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. നമ്മൾ ഈ റൈഡിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ബാധിക്കുന്നുണ്ട്. വേറെ നമുക്കിപ്പോൾ ഈ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇതൊക്കെ ഈ പാക്കിങ്ങും ഇതൊക്കെ ഈ റൈഡിൻ്റെ ഒരു ഭാഗമാണ്. അതൊക്കെ അത്യാവശ്യം ടൈം എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിലൊക്കെ അതൊന്നും ഇപ്പോൾ ഈ എൻ്റെ ഒരു പ്രശ്നം നമുക്ക് എന്തായാലും ഒരു കറക്റ്റ് സൊല്യൂഷൻ അതിന് കണ്ടെത്തണം. എന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് റൈഡ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. മറ്റേത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പണി കിട്ടുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞങ്ങൾ പെട്ടെന്ന് ഫ്രഷായി. അപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് എത്തിയപ്പോൾ അതിന് വീണ്ടും ബെൻഡ് വന്നു. അപ്പോൾ നമ്മൾ കാലിക്കറ്റ് സ്റ്റേഡിയം ജംഗ്ഷൻ്റെ അവിടെ നിന്ന് കഫേ ഷോപ്പ് പറയുന്ന സൈക്കിളിൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ അങ്ങോട്ട് വന്നിട്ടാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കതിന് എന്തെങ്കിലും കറക്റ്റ് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിൽ വന്നതാണ്. അപ്പോൾ അവരത് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഫിറ്റ് ചെയ്യണം നമ്മൾ സൈക്കിളിൻ്റെ സീറ്റിൻ്റെ ഡൊമേണ് നമ്മളത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അത് കറക്റ്റായിട്ട് അളകാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് നിൽക്കും. പക്ഷെ അതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കായിൻ്റെ സൈക്കിൾ പിന്നെ ബെൻഡായിട്ട് നിൽക്കുള്ളൂ. അതാണ് നമ്മളെ മെയിൻ ഒരു കംപ്ലയിൻറ്റ്. അപ്പോൾ അവർ അത് ശരിയാക്കാൻ പറ്റുമോ നോക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ നെറ്റും ബോൾട്ടും ഓൾറെഡി നമ്മളുള്ളത് വളഞ്ഞാണ്. അപ്പോൾ അത് പുതിയത് മേടിക്കാനെന്ന് പറഞ്ഞിട്ടൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ റൈഡ് ചെയ്യാൻ എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇറങ്ങുന്നത് ഈവനിങ് ആകുമ്പോഴത്തേന് നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള ഒരു സ്പോട്ടൊക്കെ കണ്ടെത്തിയിട്ട് നമുക്ക് ഈവനിങ് ബീച്ചിൽ കറങ്ങി അങ്ങനെ ടെൻ്റ് അടിക്കുന്ന സ്പോട്ടിൽ പോകാമെന്നൊക്കെയാണ് നമ്മൾ രാവിലെ പ്ലാൻ ചെയ്ത് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ പക്ഷേങ്കിൽ ഈ കംപ്ലൈൻറ്റ് പ്രോപ്പറായിട്ട് റെഡിയാക്കാതെ ലോങ് ഡ്രൈവ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ എന്തായാലും അത് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. നോക്കാം നമുക്ക് ശരിയായിട്ട് വേണം നമുക്ക്. നമ്മളെ റഹ്മത്തോട്ടൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ഈ സൈക്കിളിൻ്റെ ഷോപ്പ് വരുന്നത്, കഫേ വർക്ക്ഷോപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഉച്ചക്കത്തെ ലഞ്ച് ഇവിടുന്ന് കഴിക്കാൻ വിചാരിച്ചു. നമ്മുടെ നാട്ടിൽ നിന്ന് 2 ചെക്കന്മാർ വന്നിട്ട് നമുക്ക് നല്ല 1-2 വീഡിയോസ് എടുത്ത് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരോട് നമ്മൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അവർ കുറേ നേരത്തെ വന്ന് പോസ്റ്റ് ആയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഒക്കെ കഴിച്ച് അങ്ങനെ റൈഡ് ചെയ്ത് നമ്മൾ കോണാട് ബീച്ചിലെത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ടെൻ്റ് അടിക്കാൻ വിചാരിച്ചിട്ടുള്ളത് എവിടെയാണ്. ഇവിടെ നമ്മൾ ഇവിടെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ അന്വേഷിച്ചപ്പോൾ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് സേഫാണ്, ഇവിടെ അടിച്ചോളൂന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ നിന്നൊക്കെ നമ്മൾ പെർമിഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളെ ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺ റിസ്കിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടി വരും. എന്തായാലും നമ്മളെ ട്രിപ്പിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് മാക്സിമം പറ്റുന്നിടത്തൊക്കെ ടെൻ്റ് അടിച്ചിട്ടും രസമായിട്ട് വൈബായിട്ട് പോകാമെന്നുള്ളതാണല്ലോ. അപ്പോൾ അവരും നമ്മളെ കൂടെ നമുക്ക് കുറച്ച് നല്ല വിഷ്വൽസും വീഡിയോസൊക്കെ എടുത്ത് തരാനായിട്ട് അവരുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് നേരം നിന്ന് നമുക്ക് വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ട് അവരങ്ങനെ പോയി. ഇപ്പോൾ നമ്മളിനി ഇവിടെ ഇങ്ങനെ കൂടാമെന്നാണ് വിചാരിച്ചിരുന്നത്. കുറച്ച് ടൈം കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ മറ്റേ ബീച്ചിൽ പോകണം. അത് കഴിഞ്ഞ് ഇവിടെ തന്നെ വന്ന് രണ്ടടിച്ച് കിടക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാന്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കുട്ടികൾക്കൊക്കെ ബീച്ചിൽ നല്ല രസമായി. കാഹിൻ്റെ സൈക്കിൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തീന്. അപ്പോൾ അവന് ബീച്ചിലൂടെ കുറേ നേരം അങ്ങനെ റൈഡ് ചെയ്ത് കളിച്ചു. ആര്യനും തന്നെ ഞാൻ പിന്നെ ഒന്നും വിചാരിച്ചിട്ട് അവന് ഫ്രീ ആയിട്ട് നടന്നോട്ടെ, ഇനിയിപ്പോൾ നനക്കാണെങ്കിൽ നനച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളൊരു ട്രിപ്പിൻ്റെ ഒരു
മെയിൻ ഉദ്ദേശം എന്നുള്ളത് അവർക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യാത്രയിൽ അവരെ കൂട്ടാൻ ഉള്ളൊരു കാരണം തന്നെ. കാരണം നമ്മളൊരു ജീവിത രീതിയിൽ അവർക്കൊരിക്കലും ഇതേപോലെ എക്സ്പ്ലോർ ചെയ്യാനോ അല്ലെങ്കിൽ കളിക്കാനോ ഉള്ള ടൈം കിട്ടിയില്ല. നമ്മൾ ഫ്ലാറ്റിൽ താമസിക്കുന്നതും അതേപോലെ തന്നെ നമ്മൾ ബിസി ഷെഡ്യൂളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രീ ആവേണ്ട മെയിൻ ഉദ്ദേശം തന്നെ അവർക്ക് മാക്സിമം അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ടെൻ്റ് അടിക്കാനുള്ള സ്പോട്ടൊക്കെ കണ്ടെത്തിയതിന് ശേഷം ടെൻ്റ് അടിക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ആര്യനും കാഹിലൊക്കെ എന്തായാലും ഓർക്കിനിപ്പോൾ ഇവിടെ കുറച്ച് നേരം രസേക്കരം. ബീച്ചിൻ്റെ അടുത്ത് തന്നെയല്ലേ, മണ്ണിൽ കളിക്കുക, വെള്ളത്തിൽ കളിക്കുക. ഈ ഒരു ഏരിയ എനിക്ക് തോന്നുന്നു കാര്യമായിട്ട് കപ്പിൾസ് വരുന്ന ഒരു ഏരിയ തോന്നുന്നു. അങ്ങനെ വലിയ റഷും കാര്യമൊന്നുമില്ല, എവിടെ നോക്കിയാലും കപ്പിൾസിനെ കാണുന്നുള്ളൂ. അപ്പോൾ മെയിനായിട്ട് ഇവിടെയുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് തന്നെ പറഞ്ഞു നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും വരാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് ഇവിടെ തന്നെ ടെൻ്റ് അടിച്ചോടിന്ന്. അപ്പോൾ ടെൻ്റ് അടിക്കാനുള്ള പരിപാടിയിലാണ് നിൽക്കുക. അപ്പോൾ ആര്യന് വെള്ളത്തിൽ കളിക്കൽ തുടങ്ങി. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറി കിട്ടാനേ പണി. അപ്പോൾ ഞാൻ അവൻ്റെ പിന്നാലെ എങ്ങനെ നടക്കണം. എന്തായാലും ഇന്നത്തെ സ്റ്റേ അടിപൊളിയാവും വിചാരിക്കണം. ഈ യാത്രേൻ്റെ ഇടയിൽ ഇപ്പോൾ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് 5-6 ദിവസമൊക്കെ ആയി. ഈ യാത്രേൻ്റെ ഇടയിൽ നമുക്കിപ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് ഇപ്പോൾ ഈ ഒരു കാഹിലിൻ്റെ സൈക്കിളിൻ്റെ ഒരു അതിന് നമുക്കൊരു കറക്റ്റ് സൊല്യൂഷൻ ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ അത് നമുക്കതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വേണം കണ്ണൂർക്ക് പോവാൻ. അപ്പോൾ ഇവിടെ കോഴിക്കോട് മാക്സിമം ഒരു 1 വീക്കൊക്കെ മേ ബി ഞങ്ങൾ ഉണ്ടാവേക്കരം. അപ്പോൾ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഇതേപോലെ ടെൻ്റ് അടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രയൽ നോക്കിയാൽ നമുക്ക് ഇവിടെ സേഫ് ആണോ എന്താണ് നമുക്ക് ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളിന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ബീച്ചിൻ്റെ സൈഡിൽ നമ്മൾ ടെൻ്റ് അടിച്ചിട്ടാണ്. മക്കളൊക്കെ ഇവിടെ നല്ല കളിയിലാണ്. അപ്പോൾ ഇന്ന് രാത്രി പറ്റുമെങ്കിൽ ഇവിടെ കുക്കൊക്കെ ചെയ്ത് ബീച്ചിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്യണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. എന്താ അവസ്ഥക്ക? സംഗീതം പഠിക്കണമെന്ന മോഹമായി ചെന്നപ്പെട്ടത് ഒരു സിംഹത്തിൻ്റെ ഗുഹയിലായിരുന്നു. ഉസ്താദ് അലവലാദി ഖാൻ ദർബാർ രാഗത്തിൽ ഒരു കീച്ചാൻ പറഞ്ഞു. എന്താ ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ട്രിപ്പിലൊക്കെ. എന്താ കാഹിലിന് എന്തായാലും ഇവിടെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടി. അവന് അവരൊപ്പം കൂടി കളി ചിരിയൊക്കെ ആയിട്ട് അവർക്ക് മക്കൾക്ക് നല്ല രസമായിരുന്നു. ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നതാ. കാഹിൽ അവരെ കൂടെ നല്ല കളിയാണ്. ഞങ്ങളിപ്പോൾ ബീച്ചിൽ പോകണം വിചാരിച്ചേനു. അപ്പോൾ അവന് നല്ല അവരൊപ്പം കൂട്ടായി നല്ല കളിയാണ്. അപ്പോൾ പിന്നെ അവൻ്റെ കളി കഴിയട്ടെ വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യണം. ഒന്ന് കൈയുടെ വെക്കോ, കൈ വെക്കണം കേട്ടോ. കൈ വെച്ചിട്ടും കൂടെ ഇഷ്ടമാണ്. ആവോ? ഓക്കെ, ട്രൈ ചെയ്ത് ഒരു സിനിമ ട്രൈ ചെയ്താ കുഞ്ഞിനെടുക്കണം. ഓൻ ട്രൈ ചെയ്യാത്ര എന്താണ്
ഇത് വേണ്ട എടുക്കുമ്പോൾ ചെയ്യുമ്പോൾ അല്ല നോക്കി ട്രൈ ചെയ്തിപ്പോ ചിലപ്പാവും ചിലപ്പാവില്ല എല്ലാവർക്കും ആവുന്നില്ലല്ലോ. അതെ അതെ ചിലവരത് ശരിയാവും. നോക്കിക്കോ ഇത് പൊക്ക് അതിന് അപ്പം നമ്മൾ ടെൻറ്റ് അടിച്ചിട്ടുണ്ട്. ഫുഡ് ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ബീച്ചിൽ നിന്ന് പോകുന്നപ്പോൾ 11-11:30 12 മണിയൊക്കെ ആയി. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കാനുള്ള സാധനങ്ങളും കിട്ടില്ല, ഫുഡ് ഉണ്ടാക്കാനുള്ള ടൈമും ഇല്ല. അപ്പോൾ പിന്നെ പാർസൽ മേടിച്ചിട്ട് പോകുന്നതാണ്. ഇനി മോർണിംഗിലുള്ള കുക്കിംഗ് നടത്താം, നൈറ്റ് കുക്കിംഗ് ഒന്നും നടന്നില്ല. അപ്പം ഞാൻ നല്ലോണം ഇട്ടായപ്പോഴേ ആര്യനെ ഉറങ്ങുക വിചാരിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് റൈഡ് ചെയ്ത് പോന്നു. ഫുഡ് കഴിക്കാൻ നിന്നില്ല, ഫുഡ് മേടിച്ചിട്ട് പോന്നൊക്കെയാണ്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ ടെൻറ്റിലായിരുന്നു കേട്ടോ, അല്ല സ്റ്റേ ചെയ്തിരുന്നു. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നലെ ടെൻ്റടിച്ചിട്ട് താമസിച്ചു. കുഴപ്പമില്ലാണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇവിടെ ഫുൾ ടൈം ആൾക്കാരും തിരക്കും ബഹളമൊക്കെ നമുക്ക് സുഖമായി ഉറങ്ങാൻ പറ്റും. ബീച്ചിൻ്റെ സൈഡിൽ കുട്ടികളൊന്നും നീച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എന്താണ് രാവിലെ നേരത്തെ നീച്ച് അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താ ആലോചിച്ചിരിക്കാം. അപ്പോൾ കാനലിലെ സൈക്കിളിൻ്റെ കംപ്ലൈൻറ്റ് ശരിയാക്കണം. ആദ്യത്തെ ഒരു ടാസ്ക് അതാണ്. നമുക്ക് കണ്ണൂർക്കൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് കോഴിക്കോട് അതിൻ്റെ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ ഇന്നിപ്പോൾ റൂം എടുക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. ഇങ്ങനെയാണെങ്കിൽ നേരത്തെ പോയി റൂം എടുത്ത് ഞങ്ങൾ റൂമിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ സൈക്കിളിൻ്റെ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കണം. കേട്ടോ, കുട്ടികളവിടെ ടെൻറ്റിൽ നല്ല ഉറക്കമാണ്. ഇന്നത്തെ സ്റ്റേ ഫിനിഷ് ചെയ്ത് നമ്മൾ ടെൻറ്റ് അയക്കാൻ പോവാണ്. ഏകദേശം 9 മണി 10 മണിയൊക്കെ ആവാനായി. അപ്പം ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കണം വിചാരിച്ചിനി. അപ്പോൾ കുക്കിംഗ് മൂഡ് ഓണായിട്ടില്ല. കുക്കിംഗ് നമ്മൾ ബീച്ചിൽ നിന്ന് പരിചയപ്പെട്ടതാട്ടോ. ഇവരെ ഒരു വെഡ്ഡിങ് ഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു ന്യൂസിൽ കണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് നമ്മളടുത്ത് വന്നിട്ട് സംസാരിക്കും. നമ്മളടുന്ന് പെർഫ്യൂം മേടിക്കുകയൊക്കെ ചെയ്തിട്ട് എന്തായാലും ആരെ കണ്ടതിലും പരിചയപ്പെട്ടതിലൊക്കെ ഭയങ്കര നല്ല സന്തോഷം. അടുത്ത് ഇപ്പോൾ ആൾക്കാരിങ്ങനെ വീഡിയോ കണ്ടതിന് ഇൻസ്റ്റഗ്രാമിൽ കണ്ടിരുന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ ഇത്രയൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ആൾക്കാർ നമ്മളെ വീഡിയോസും ഇതൊക്കെ എത്ര ഏറ്റെടുക്കും എന്നുള്ളത്. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ജില്ലകളിലും നല്ല 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 എക്സ്പീരിയൻസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ റൈഡ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളൊരു മെയിൻ ലക്ഷ്യം. നമുക്ക് ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വരും, എന്തൊക്കെ വരും നമുക്കൊരു എക്സ്പെക്റ്റേഷനും ഇല്ല. നമ്മൾ മാക്സിമം നമ്മൾ സേഫായിട്ടും അടിപൊളിയായിട്ടും റൈഡ് ചെയ്ത് പോകണം എന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ടെൻ്റ് അടിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ടുള്ളൊരു ടാസ്ക്കാണ് ടെൻ്റ് അയച്ചിട്ട് അതേപോലെ തന്നെ വീണ്ടും പാക്ക് ചെയ്യുക എന്നുള്ളത് നല്ലൊരു ടാസ്ക്കാണ്. ഇവനക്ക് നല്ല ബീച്ചിൽ നിന്നൊരു ബുക്ക് മേടിച്ചു കൊടുത്തിരുന്നു. കാലിന് റീഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഫോണിൽ കളിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ അവൻ ആ ബുക്ക് വായിച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ ഇനി നമുക്ക് അത്യാവശ്യം ടൈം എടുക്കും ഈ ഒരു
ടെൻ്റ് അയച്ചിട്ട് പാക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ രാവിലെയും ഇതേപോലെ നമുക്ക് ഇതിൻ്റെ അടുത്തൊന്നും നല്ല കടകളില്ല നമുക്ക് സാധനങ്ങൾ മേടിക്കാനില്ല. അപ്പോൾ നമ്മൾ സാധനങ്ങൾ കുക്ക് ചെയ്യാനുള്ള ഇപ്പോൾ രാവിലെ എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ എഗ്ഗ് അങ്ങനത്തെ ഐറ്റംസൊന്നും നമ്മൾ കയ്യിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടില്ല. നമ്മൾ അപ്പോൾ അവിടെ നിന്ന് മേടിച്ചിട്ട് അപ്പോൾ കുക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്തതിന്. കുക്ക് ചെയ്യാനുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മളെടുത്തിട്ടുണ്ട്. പക്ഷേ കുക്ക് ചെയ്യാനുള്ള ഇപ്പോൾ ഉള്ളി തക്കാളി അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ക്യാരി ചെയ്യണം. അപ്പോൾ എവിടെയാണോ കുക്ക് ചെയ്യണം അപ്പോൾ അവിടെ നിന്ന് അടുത്തുനിന്ന് മേടിക്കുക എന്നുള്ളതാണ് നമ്മളൊരു പ്ലാന്. പക്ഷേങ്കിൽ ഇപ്പോൾ നമ്മൾ ടെൻ്റ് അടിച്ച് കൊടുത്തൊന്നും അടുത്തൊന്നുമില്ല. പിന്നെ നമുക്ക് കുറച്ച് റൈഡ് ചെയ്തൊക്കെ പോയിട്ട് മേടിച്ചിട്ടൊക്കെ വരണം. അപ്പോൾ നമുക്കത് ടാസ്ക്കാവും. അപ്പോൾ രാവിലെയും ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും പുറത്തുനിന്നും കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ റൈഡ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ അടുത്തൊരു ഹോം സ്റ്റേ കണ്ടിരുന്നു. അപ്പം ഇനിയിപ്പോൾ ഇന്ന് റൂം എടുത്ത് നിൽക്കണം. നമുക്ക് കുറച്ച് അലക്കാനും കുട്ടികൾക്കൊന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇന്ന് എന്തായാലും റൂം എടുത്തിട്ടാണ് നമ്മൾ സ്റ്റേ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ കണ്ടു റൂം. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഇവിടെ അപ്പോൾ അങ്ങനെ നമുക്ക് അവർ റൂം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് ചെയ്ത് തന്നു. നമ്മളിങ്ങനെ ഒരു ട്രാവലേഴ്സ് ആണെന്ന് അറിഞ്ഞപ്പം. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇന്നത്തെ ഡേ ഫുള്ള് റൂമിൽ സ്പെൻഡ് ചെയ്തിട്ട് നാളെ ബീച്ച് വൈബൊക്കെ ആസ്വദിച്ച് പറ്റുമെങ്കിൽ വീണ്ടും ടെൻ്റ് അടിക്കണം. ഇതൊക്കെയാണ് നമ്മൾ അടിപൊളി നൈസ് റൂമായിരുന്നു കേട്ടോ. നമുക്ക് AC റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കൊടുന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കുക ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പ്രൈവസി ടൈമാണ്. അപ്പോൾ നമ്മളത് എൻജോയ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ട്രിപ്പ് എന്തായാലും നൈസാണ് ഇതുവരെ. ഇനി അങ്ങനെ മുന്നോട്ട് പോട്ടെ. നിങ്ങളുടെ സപ്പോർട്ടെല്ലാം നമുക്ക് ഭയങ്കര ആവശ്യമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സെയിലും കാര്യം ചെയ്തിട്ടാണല്ലോ നമ്മൾ ട്രാവൽ ചെയ്ത് പോണത്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് നമ്മൾക്ക് മാക്സിമം വേണം. വീഡിയോസ് കാണണം. എന്തെങ്കിലുമൊക്കെ ഞാനിതിൽ തിരുത്തൽ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം. അപ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്യും.